ബ്രേക്ക്ഫാസ്റ്റിനായി തലേന്ന് ദോശമാവ് റെഡിയാക്കി വെച്ചാലുള്ള ആശ്വാസം ചില്ലറയൊന്നുമല്ല. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ആശ്വാസത്തിന് കുറച്ച് ആക്കം കൂടും. അപ്പോൾ ഇന്നലെ ഞാൻ ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ മാവ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ 2 ദിവസത്തിന് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കലാണ് പതിവ്. അപ്പോൾ ദോശയ്ക്ക് കറിയായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു കുക്കറിൽ കറി റെഡിയാവുന്നുണ്ട്, മറ്റേ കുക്കറിൽ ഉപ്പേരിയാണുള്ളത്. എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഉച്ചക്കൽക്കുള്ളതും കൂടെ ആയിട്ട് ചേന തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുക്കറിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് ബേബിക്കുള്ള ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്, ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേന ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തൂമിക്കാനുള്ള പരിപാടിയും കൂടിയാണ്. ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കുന്നത് കൊണ്ട്, അരിഞ്ഞ് വെക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത്രയായപ്പോൾ തന്നെ 6:50 ആയിട്ടുണ്ട്. 7 മണിയാണ് ഞാൻ കുളിക്കാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോഴേക്ക് എൻ്റെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കലേക്കുള്ള ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കറി ഇന്നലത്തെ ഫ്രിഡ്ജിലുണ്ടാവുകൊണ്ട് കറി ഉണ്ടാക്കേണ്ട പണിയില്ല. അപ്പോൾ ഫ്രഷ് ആവലും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഞാൻ റെഡി ആയി കേട്ടോ. 7:30 ആയിട്ടുണ്ട് സമയം. 7:30ക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അപ്പോൾ ഇനി നേരെ സ്കൂളിലേക്ക്.